നിലവിലെ കുറേ ദിവസങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ, പൊള്ളയ ആരോപണങ്ങൾക്ക് ഇന്നൊരു വിരാമമായിട്ടുണ്ട്. ഇപ്പം ശ്രീമാൻ വീണ ജോർജിയുടെ വസ്തു വളർന്നപ്പോൾ ഏകദേശം 2 അടിയോളം അദ്ദേഹത്തിന് വീണ്ടും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കോൺഗ്രസ് ഓഫീസിലേക്ക് വരുമ്പോൾ ഏകദേശം 1.5 മീറ്ററോളം ഫ്രണ്ട് സൈഡ് തന്നെ അതിൻ്റെ അതിൽ പുറമ്പോക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ശ്രീമാൻ വിജയൻ നായർ ഉൾപ്പെടെ വെല്ലുവിളിക്കുകയാണ്. DYFI പ്രവർത്തകരെയും CPM പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളിവിടെ അളക്കുന്നുണ്ട്, പൊതുവെ നിങ്ങൾ കാണിച്ചു തരാമെങ്കിൽ ഞങ്ങൾ പറയുന്ന പണി ചെയ്യാമെന്ന്. അവരൊക്കെ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. എന്നാലും ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഡിജിറ്റൽ സർവേ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ മാത്രമല്ല സൈഡിൽ വളരെ ഗുരുതരമായ കയ്യേറ്റമാണ്. ഒരു പള്ളിയിലേക്ക് പോകുന്നൊരു റോഡുണ്ട്, അത് ഏകദേശം 20 സെൻറ്റോളം സർക്കാർ ഭൂമിയാണ്, ഗവൺമെൻറ് ലാൻഡാണ്. BTR പ്രകാരം നിങ്ങൾക്ക് പരിശോധിക്കുക, ഗവൺമെൻറ് ലാൻഡാണ്. അവിടെ ഇപ്പോൾ ഏകദേശം 5.9 മീറ്റർ മാത്രമേ വീതിയുള്ളൂ. ഏകദേശം 11.2 മീറ്റർ അതിൻ്റെ വീതി. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് ഓഫീസിൻ്റെ ഒരു ഷട്ടറിൻ്റെ പകുതിയിലൂടെയാണ് ഈ പുറമ്പോക്ക് ഭൂമി ഇവർ കയ്യേറി പണിതേക്കുന്നത്. അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള കയ്യേറ്റമാണ് കോൺഗ്രസ് ഭൂമിയിൽ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്തത്? 2 കാരണങ്ങളാണ്. ആ ഓട ഇവിടുന്ന് പകുതി വരുമ്പോൾ ഇത് കോൺഗ്രസ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഓട പോകുന്നത്. അങ്ങനെയാകുമ്പോൾ അവരുടെ ആ കയ്യേറ്റം കൃത്യമായിട്ട് മനസ്സിലാവും. 2 പറയുന്നത് കോൺഗ്രസ് മെമ്പറുടെ ഒരു ചേട്ടൻ്റെ ഭൂമി ബാക്കിലുണ്ട്, അദ്ദേഹത്തിനൊരു വഴി ലഭിക്കണം. 3 വേറൊരു കോൺഗ്രസ് നേതാവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ പുറമ്പോക്കിൽ കുറേ സാധാരണപ്പെട്ടവർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിനായെങ്കിൽ അവിടെയെങ്കിൽ അവരെ ഒഴിപ്പിച്ചുകൊണ്ട് ആ വസ്തു വലിയ വിലയ്ക്ക് വിൽക്കണം. ഈ 3 കാരണങ്ങളാണ് ഇവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത്. നിലവിൽ ഈ കോൺഗ്രസ് ഓഫീസെന്ന് പറയുന്നത് അവരിപ്പോൾ കരമടയ്ക്കുന്നത് 5.6 സെൻറ്റാണ്. എന്നാൽ നിലവിൽ അവർ 8.5 സെൻറ്റ് ഭൂമിയാണ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൈവശം ഒഴിപ്പിക്കണമെന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഈ കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് സർക്കാർ ഭൂമിയായിട്ട് തന്നെ വിട്ടുതരണമെന്നാണ് DYFI ആവശ്യപ്പെടുന്നത്.